ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന വേദഭാഗം ലൂക്കോസ് എഴുതിയ സുവിശേഷം 2-ാം അധ്യായം 25 മുതൽ 32 വരെയുള്ള വാക്യങ്ങൾ. ഷിമയോന്റെ പാട്ട്, ജാതികൾക്ക് പ്രകാശവും ഇസ്രായേലിന് മഹത്വവും. The Gospel according to Luke, chapter 2, verses 25 to 32. Song of Simeon, light to the nations and glory to Israel. യേശു പൈതലിനെ പ്രതിഷ്ഠിക്കുവാൻ യോസെഫും മറിയയും യെരുശലേം ദേവാലയത്തിൽ കൊണ്ടുചെല്ലുന്ന സമയത്തെ സംഭവമാണ് ഇന്നത്തെ വേദഭാഗം. നീതിമാനും പരിശുദ്ധാത്മ നിറവുള്ളവനുമായ ശിമയോൻ യേശു കുഞ്ഞിനെ കൈകളിൽ സ്വീകരിച്ച് ദൈവത്തെ സ്തുതിക്കുന്നതാണ് ഇവിടെ നാം വായിക്കുന്നത്. യേശുവിനെ കുറിച്ച് 2 പ്രസ്താവനകളാണ് ഇവിടെയുള്ളത്. അതിൽ ഒന്നാമത്തേത്, യേശു ജാതികൾക്ക് അഥവാ ജനതകൾക്ക് പ്രകാശം. ജീസസ് ലൈറ്റ് ടു ദ നേഷൻസ്. ദൈവജനമായ ഇസ്രായേലിന് പഴയ നിയമത്തിൽ നൽകപ്പെട്ടിരിക്കുന്ന ഒരു ദൗത്യമാണ് അവർ എല്ലാ ജനതകൾക്കും രാഷ്ട്രങ്ങൾക്കും പ്രകാശമാകണം എന്നുള്ളത്. യെശയ്യാ പ്രവചനം ഈ കർത്തവ്യം അവരോട് ആവർത്തിച്ച് പറയുന്നുണ്ട്. യെശയ്യാവ് 42-ാം അധ്യായം അതിന്റെ 7-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, ഞാൻ നിന്റെ കൈ പിടിച്ച് നിന്നെ കാക്കും, നിന്റെ ജനത്തിന്റെ നിയമവും ജാതികളുടെ പ്രകാശവുമാക്കും. യെശയ്യാവ് 49-ാം അധ്യായം 6-ാം വാക്യത്തിന്റെ 2-ാം ഭാഗം, എന്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് നിന്നെ ജാതികളുടെ പ്രകാശമാക്കി വെച്ചുമിരിക്കുന്നു. പിതാവായ അബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോഴും യഹോവ ഇക്കാര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. നിന്നെ ഞാൻ അനുഗ്രഹിക്കും എന്ന് പറഞ്ഞു നിർത്തുകയല്ല, നീ ഒരു അനുഗ്രഹമായിരിക്കും, സകല ജാതികളും നിന്നാൽ അനുഗ്രഹിക്കപ്പെടും എന്നും പറയുന്നു. ഈ നോമ്പ് ദിവസങ്ങളിൽ യേശുവിന്റെ വരവിനായി, തിരുജനന ആഘോഷത്തിനായി നാം ഒരുങ്ങുകയാണ്. നക്ഷത്രങ്ങളുടെയും വിളക്കുകളുടെയും മെഴുതിരിവെട്ടങ്ങളുടെയും ക്രിസ്മസിലേക്ക് നമ്മെ തന്നെ ഒരുക്കുമ്പോൾ അതിനേക്കാൾ ഉപരിയായി നമ്മിലുള്ള വെളിച്ചം തെളിയിച്ച് അന്ധകാരത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് എതിരെ പോരാടുവാൻ കഴിയുക എന്നത് നമ്മുടെ ആവശ്യമാണ്. ശിമയോൻ പറയുന്ന രണ്ടാമത്തെ കാര്യം, ഈ കുഞ്ഞ് ഇസ്രായേലിന്റെ മഹത്വമാണ് എന്നുള്ളതാണ്. പഴയ നിയമതാളുകളിൽ നിറഞ്ഞു നിൽക്കുന്ന മെഷിഹാവരവിന്റെ അറിയിപ്പുകളുടെ നിവൃത്തിയായി ശിമയോൻ ഈ പൈതലിനെ അടയാളപ്പെടുത്തുന്നു. മെഷിഹ ആശ്വാസവും വിടുതലും നൽകുന്നവനാണ്. ശിമയോന്റെ ഈ വരികൾ ഒരു പാട്ടായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ഇസ്രായേലിന്റെ ആശ്വാസവും വിടുതലും മഷിഹാഭരണത്തിൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുമാണ് ഇസ്രായേൽ കാത്തിരുന്ന മഹത്വവും അവരുടെ പ്രത്യാശയും. രക്ഷകനായ മെഷിഹായെ കണ്ണുകൊണ്ട് കാണാൻ സാധിച്ചതിലുള്ള സന്തോഷവും സമാധാനവും ശിമയോൻ ഇവിടെ പറയുന്നുണ്ട്. ക്രിസ്മസ് പെരുന്നാളിലേക്ക് നമ്മെ തന്നെ ഒരുക്കുമ്പോൾ തിരുപ്പിറവിയുടെ സന്തോഷവും സംപ്രീതിയും സമാധാനവും നമ്മൾ അനുഭവിക്കുന്നതോടൊപ്പം നമ്മുടെ ചുറ്റുപാടുകളിലും അവയെ സൃഷ്ടിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ചേർന്നിറങ്ങിയ ലോകത്ത് നന്മ തിരഞ്ഞെടുത്ത് ഉപയോഗിക്കുവാൻ ഞങ്ങളെ സഹായിക്കണമേ. വിശുദ്ധ കൃപയും സമാധാനവും ഞങ്ങളിൽ നിറയ്ക്കണമേ. ആമേൻ.